ഘോഷമോടെ വാഴ്ത്തുവിൻ പ്രഭുരാജനെ സദാ. കരഘോഷമോടെ വാഴ്ത്തുവിൻ അതിനാഥനെ മുദാ. കരുണാമയൻ മഹേശനെ സ്തുതി പാടി വാഴ്ത്തുവിൻ. അജപാലനീശ സന്നിധി അഴകാർന്നു പാടുവിൻ, അഴകാർന്നു പാടുവിൻ. കരഘോഷമോടെ വാഴ്ത്തുവിൻ അതിനാഥനെ മുദാ. ജയഘോഷമോടെ വാഴ്ത്തുവിൻ പ്രഭുരാജനെ സദാ. യേശുവേ നാഥാ അങ്ങേ ഞാൻ ആരാധിക്കുന്നു, സ്തുതിക്കുന്നു. ജീവനുമെന്റെ സർവസ്വവും മുമ്പിലണച്ചു കുമ്പിടുന്നു. ആരാധന 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 ആരാധന. കരുണയുടെ ഈ സമാപന നാളുകൾക്ക് നമ്മൾ ഏറ്റവും മനസ്സിൽ നിൽക്കുന്ന ഒരു ചിത്രം ഇതാണ്. ഈശോ ഒരിടയനായിട്ട് ആടിനെ തോളിലേറ്റുന്ന ചിത്രം, അല്ലെങ്കിൽ മനുഷ്യവംശത്തെ മുഴുവനും ഓരോരുത്തരായിട്ട് തോളിലേറ്റി അവസാന പാപിയെ പോലും തോളിലേറ്റി സ്വർഗത്തിൽ കൊണ്ടുപോകാതെ ഈശോ സാറ്റിസ്ഫൈഡ് ആകുമോ? ആ രീതിയിൽ നമ്മൾ കാണണം. ഈശോയുടെ കണ്ണുകളിലൂടെ നമുക്ക് കാണാം. ഈശോ വന്നിരിക്കുന്നത് എല്ലാവരെയും രക്ഷിക്കാൻ വേണ്ടി തൻ്റെ ജീവരക്തം കൊടുത്തു കഴിഞ്ഞിട്ടാണ് ഇന്ന് നമ്മുടെ മുമ്പിൽ നിൽക്കുന്നത്. നമ്മൾ വിശ്വസിക്കുകയും നമ്മൾ ഈശോയോടൊപ്പം പ്രവർത്തിക്കുകയും ചെയ്യണം. എല്ലാവരും രക്ഷിക്കപ്പെടുന്നതിന് വേണ്ടി നമ്മൾ കൊച്ചു ത്രേസ്യ പ്രാർത്ഥിച്ച പോലെയും ആ എല്ലാവർക്കുമുള്ള രക്ഷയിൽ വിശ്വസിച്ചുകൊണ്ട് നമ്മൾ കർത്താവിൻ്റെ കരുണയിൽ വിശ്വസിക്കുകയാണ്. ആദത്തിൻ പിഴ കാരണമായി മർത്യന് വന്ന കടം വീട്ടാൻ ക്രിസ്തു നമുക്കായി തൻ രക്തം ചിന്തിയൊഴിച്ച ധർമ്മങ്ങളും ആകയാൽ രക്ഷകൻ ആഗമിക്കാൻ ഹേതുവാം പാപമേ ഭാഗ്യപൂർണം. നമുക്കൊരിക്കൽ കൂടി കർത്താവിന് നന്ദി പറയാം. നമ്മൾക്ക് ഇന്നത്തെ ദിവസം കിട്ടിയ പുതിയ ഉൾക്കാഴ്ചകൾ, ഒരുപക്ഷെ ചില കാര്യങ്ങൾ നമുക്കിപ്പോഴും സംശയം ഉണ്ടാകാം. ഈശോ പറഞ്ഞു, പരിശുദ്ധാത്മാവ് വരുമ്പോൾ നിങ്ങളെ എല്ലാ കാര്യങ്ങളിലും നയിക്കും. പരിശുദ്ധാത്മാവ് നിങ്ങളുടെ സംശയങ്ങളെല്ലാം എടുത്തു മാറ്റും. നമ്മുടെ സംശയങ്ങൾക്ക് നമ്മൾ പരിശുദ്ധാത്മാവിനോട് പ്രാർത്ഥിക്കും. പരിശുദ്ധാത്മാവ് നമ്മുടെ സഹായകനാണ്. നമുക്കൊരു നിമിഷം കണ്ണടച്ച് പരിശുദ്ധാത്മാവെ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. പരിശുദ്ധാത്മാവെ, പല കാര്യങ്ങളും ഞങ്ങൾക്ക് മനസ്സിലാവുന്നില്ല. പല കാര്യങ്ങളും ഞങ്ങൾ ഇന്നേ വരെ ചിന്തിച്ചതിൽ നിന്നും വ്യത്യസ്തമാണ്. ഓ പരിശുദ്ധാത്മാവേ, ഞങ്ങളെ സഹായിക്കണമേ. നമുക്ക് സംശയമുള്ള ഒരു കാര്യം ഇപ്പോൾ പരിശുദ്ധാത്മാവിന് സമർപ്പിക്കാം.
കർത്താവ്, ഇന്നത്തെ ക്ലാസ്സിൽ ഇന്നിന്ന കാര്യങ്ങളിൽ ഞങ്ങൾക്ക് സംശയമുണ്ട്. ഇവിടെ ഇങ്ങനെ കേട്ടു, പക്ഷെ വേറെ പല സ്ഥലത്തും അങ്ങനെ കേട്ടു. എന്താണ് സത്യം ഞങ്ങൾക്കറിയില്ല. ഓ പരിശുദ്ധാത്മാവേ, അങ്ങ് തന്നെ ഞങ്ങളെ പഠിപ്പിക്കണമേ. നമുക്കൊന്ന് ഭാഷാവരത്തിൽ സ്തുതിച്ചുകൊണ്ട്, എല്ലാവരും ഭാഷാവരത്തിൽ സ്തുതിച്ചുകൊണ്ട്, പരിശുദ്ധാത്മാവേ സ്തോത്രം. ശാല ഹാല ബല ഹാല ബല. ഓ പരിശുദ്ധാത്മാവേ, ഞങ്ങളെ സഹായിക്കണമേ. പരിശുദ്ധാത്മാവേ സഹായിക്കണേ. ഹോളി സ്പിരിറ്റ്, ഹെൽപ്പ് us ഹോളി സ്പിരിറ്റ്, ഹെൽപ്പ് us ഹോളി സ്പിരിറ്റ്. ശാല ഹല 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 ഹല. പരിശുദ്ധാത്മാവേ സഹായിക്കണേ. സഹായകനായ പരിശുദ്ധാത്മാവേ ഞങ്ങളെ സഹായിക്കണമേ, ഞങ്ങളെ സഹായിക്കണമേ, ഞങ്ങളെ സഹായിക്കണമേ. ശാലബല ഹലബല 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 ഹലബല. ദൈവ കുഞ്ഞാണേ, ആത്മനാഥനേ, അങ്ങേ ഞങ്ങൾ ആരാധിക്കുന്നു. കൊല്ലപ്പെട്ടവനേ, ജീവനാഥനേ, അങ്ങേ ഞങ്ങൾ ആരാധിക്കുന്നു. ദൈവ കുഞ്ഞാണേ, ആത്മനാഥനേ, അങ്ങേ ഞങ്ങൾ ആരാധിക്കുന്നു. കൊല്ലപ്പെട്ടവനേ, ജീവനാഥനേ, അങ്ങേ ഞങ്ങൾ ആരാധിക്കുന്നു. ആരാധിക്കുന്നു, ഞങ്ങൾ ആരാധിക്കുന്നു. ഹല്ലേലൂയ, ആമേൻ. ആരാധിക്കുന്നു, ഞങ്ങൾ ആരാധിക്കുന്നു. ഹല്ലേലൂയ, ആമേൻ. ആമേൻ, ആമേൻ. ദൈവപുത്ര, ആമേൻ, ആമേൻ. സർവശക്ത, ആമേൻ, ആമേൻ. സർവശക്ത, നിത്യപിതാവേ. നമുക്ക് ഹൃദയത്തിൽ നന്ദിയോടെ ഒരിക്കൽ കൂടി നമ്മുടെ ഉള്ളിൽ തട്ടിയ ആശയത്തെ ഒന്നോ രണ്ടേ പേർ ഒന്ന് ഉച്ചത്തിൽ പ്രഖ്യാപിച്ച് നന്ദി പറയാം. ഇന്നത്തെ ദിവസത്തിൽ നമുക്ക് കിട്ടിയ ഒരു ഉൾക്കാഴ്ച പറഞ്ഞുകൊണ്ട്, കർത്താവേ, ഈ പുതിയ ബോധ്യത്തെ പ്രതി ഞാൻ അങ്ങയെ സ്തുതിക്കുകയും ആരാധിക്കുകയും നന്ദി പറയുകയും ചെയ്യുന്നു എന്ന് പ്രഖ്യാപിക്കാം. പ്രാർത്ഥിക്കാം. തനിക്ക് വേണ്ടി ഞങ്ങളെ ഓരോരുത്തരെയും സൃഷ്ടിച്ച ദൈവമേ, പുതിയ ആയിട്ട് കിട്ടിയ അറിവുകളെ ജ്ഞാനങ്ങളെ ഓർത്ത് അവിടുത്തേക്ക് നന്ദി പറയുന്നു. തനിക്ക് വേണ്ടി ഞങ്ങളെ ഓരോരുത്തരെയും സൃഷ്ടിച്ച ദൈവമേ, അവിടുത്തേക്ക് വേണ്ടി ഈയുള്ളവരെ സൃഷ്ടിച്ച ദൈവമേ, ഈയുള്ളവരെ അവിടുത്തോടും കൂടിയ അയക്കുവാൻ അവിടുന്ന് ആഗ്രഹിക്കുന്നു. ആദ്യ മാതാപിതാക്കൾ ചെയ്ത പാപത്തിന്റെ പരിഹാരം ചെയ്തുകൊണ്ട് ഞങ്ങളെ രക്ഷിച്ച ദൈവമേ, മോചനത്തിലും ആയി അവിടുന്ന് മാറിയവനെ അവിടുന്ന് ഞങ്ങളുടെ മേൽ കമയായിരിക്കണമേ, ഇന്നുള്ളവര് കമയായിരിക്കണമേ. ഞങ്ങളുടെ മോചകനാണെന്ന്, രക്ഷകനാണെന്ന് ഏറ്റു പറയുവാനുള്ള കൃപ അവിടുന്ന് തരയണമേ. ഒരാത്മാവ് പോലും നഷ്ടപ്പെടാൻ അവിടുന്ന് അനുവദിക്കരുത്. കാരണം അവിടുന്ന് കുരിശിൽ യാഗമായി, അവിടുന്ന് തന്റെ അവസാന തുള്ളി രക്തം വരെയും അവിടുന്ന് ആ പരിഹാരമായി ചിന്തി, അങ്ങനെ അവിടുന്ന് മോചനമായി അവിടുന്ന് ഞങ്ങൾക്ക് ആചാരമായ കർത്താവേ, അവിടുന്ന് ഉദ്ധിതനായി അവിടുന്ന് പുതുജീവൻ പ്രാപിച്ചു. കർത്താവേ, ഞങ്ങൾ ഓരോരുത്തരും മരിക്കുമ്പോഴത്തേക്ക് ഞങ്ങൾ പൊടിയായിത്തീരുന്നു. എന്നാൽ വീണ്ടും അവിടുത്തെ അസ്തിത്വം ആ പൊടിയിലും ആത്മാവിലും നിലനിൽക്കുന്നത് കൊണ്ട് അവിടുന്ന് ഞങ്ങളെ വീണ്ടെടുക്കുവാൻ അവസാന പെരുന്നാളിൽ കടന്നു വരുമ്പോഴത്തേക്ക് ഒരാത്മാവ് പോലും കഷ്ടപ്പെടാതെ അവിടുത്തെ അസ്തിത്വമുള്ള എല്ലാവരും സ്വർഗരാജ്യത്തിൽ പ്രാപിക്കുവാൻ അവിടുന്ന് എല്ലാവരും അവിടുത്തെ അറിയുന്നത് വരെ അവിടുന്ന് കാത്തിരിക്കുന്നു. ഇതിനെ രക്ഷ വാഗ്ദാനം ചെയ്യുവാൻ വേണ്ടി ഓരോ വ്യക്തികളും നിത്യജീവ
താങ്ക് യു, താങ്ക് യു. ഞങ്ങളെ ഓർത്ത് നന്ദി പറയുന്നു. യേശു. കാര്യങ്ങളെ ഓർത്ത് നന്ദി പറയുന്നു. അവിടുത്തെ ഞങ്ങൾ ആരാധിക്കുകയും സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും യേശുവെ ഞങ്ങളെ ആരാധിക്കുകയും സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യുന്നു. നമുക്കിനിയും സമാപന ആശീർവാദത്തിലേക്ക് പ്രവേശിക്കാം. സ്വർഗത്തിൽ നിന്നാകണം. സ്വർഗത്തിൽ നിന്നാകണം ജീവൻ നൽകുമൊരപ്പം നീ, മർത്യനു മുക്തി പകർന്നരുളും നിത്യമഹോന്നത അപ്പം നീ, നിത്യമഹോന്നത അപ്പം നീ. മാനവരെ മോദമോടെ നാഥനെ വാഴ്ത്തി പാടിടുവിൻ, ദൈവത്തിൻ പരിപാവനമാ സന്നിധി ചേർന്നു വണങ്ങിടുവിൻ, സന്നിധി ചേർന്നു വണങ്ങിടുവിൻ. സ്വർഗത്തിൽ നിന്നാഗതമാ ജീവൻ നൽകുമൊരപ്പം നീ, മർത്യനു മുക്തി പകർന്നരുളും നിത്യമഹോന്നതം നീ, നിത്യമഹോന്നതം നീ. പരിശുദ്ധ ശരീരത്താലും വിലയേറിയ രക്തത്താലും പാപത്തിൻ കറകളിൽ നിന്നും മർത്യനു നീ മോചനമേകി. സകലേശാദിവ്യ കടാക്ഷം തൂഗണമേ വത്സലസുതരീ, നിർമ്മലരായി ജീവിച്ചിടുവാൻ ചിന്തനമേ ദിവ്യവരങ്ങൾ. പരിശുദ്ധാത്മാവേ ഞങ്ങളെ നിറയണമേ. പരിശുദ്ധാത്മാവേ, പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന്, പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന്, പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന്. ദൈവത്തെ വാഴ്ത്തിടുവിൻ, ദൈവനാമം വാഴ്ത്തിടുവിൻ, ദൈവവും മനുജനുമാം മിശിഹാനാഥനെ വാഴ്ത്തിടുവിൻ. മിശിഹാദൻ പൂജിതമാം തിരുനാമം വാഴ്ത്തിടുവിൻ, സ്നേഹത്തിൻ ഉറവിടമാം തിരുഹൃദയം വാഴ്ത്തിടുവിൻ. പീഠത്തിൽ വാണരുളും മിശിഹായെ വാഴ്ത്തിടുവിൻ, രക്ഷകനാം മിശിഹാദൻ ദിവ്യദിനം വാഴ്ത്തിടുവിൻ. വരനിരയാൽ പൊഴിവിതറും ദൈവാത്മാവിനെ വാഴ്ത്തിടുവിൻ, ദൈവത്തിൻ മാതാവാ കന്യാദേവിയെ വാഴ്ത്തിടുവിൻ. മറിയത്തിൻ നിർമ്മലമാ ഉത്ഭവം വാഴ്ത്തിടുവിൻ, സ്വർഗാരൂപിതമാതാവിൻ തിരുനാമം വാഴ്ത്തിടുവിൻ. നിർമ്മലയാ കന്യകതൻ വല്ലഭനെ വാഴ്ത്തിടുവിൻ, സിദ്ധരിലും ദൂതരിലും ദൈവത്തെ വാഴ്ത്തിടുവിൻ,
ദൈവത്തെ വാഴ്ത്തിടുവിൻ, ദൈവനാമം വാഴ്ത്തിടുവിൻ. ദൈവവും മനുജനുമാ മിശിഹാനാഥനെ വാഴ്ത്തിടുവിൻ, മിശിഹാനാഥനെ വാഴ്ത്തിടുവിൻ. നമുക്ക് നന്ദിയോടുകൂടി ഏതാനും നിമിഷം കൂടി നമുക്ക് ഇരിക്കാം. എന്നിട്ട് നമ്മൾ ഇന്നത്തെ ദിവസം എന്താണ് നമ്മൾ നേടിയത്, ഈ വിശ്വാസത്തിൻ്റെ ചില ബോധ്യങ്ങളിലൂടെ എന്ത് നമുക്ക് നേടി, വാട്ട് ആർ യു ടേക്കിംഗ് ഹോം എന്നും ഒന്ന് ഇവിടെ വന്ന് 2-3 പേര് പങ്കുവയ്ക്കണം.